എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി കാണാം. സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണിത്. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ 2 ചെറിയ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഒരു 4 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോൺ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മുട്ടയുടെ വെള്ളഭാഗം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. 2 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് കേട്ടോ ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ വെജിറ്റബിൾസും ചേർത്തിട്ട് 3-4 മിനിറ്റായി. ഇനി നമ്മുടെ സൂപ്പിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് 1 മിനിറ്റിനുള്ളിൽ തന്നെ സൂപ്പ് നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ സൂപ്പ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ചേർത്ത എഗ് വൈറ്റാണ് ഇതുപോലെ സൂപ്പിൻ്റെ മുകളിൽ വെള്ള കളറായിട്ട് കാണുന്നത്. എഗ് വൈറ്റ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പ് ഞാനിപ്പോൾ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പ് കഴിക്കുന്ന ആളുടെ രുചിക്ക് അനുസരിച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പെപ്പറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.